നിൽക്കുന്നത് കോരപ്പുഴയുടെ സൈഡിലാണ്. നമ്മൾ ഇതിന്റെ ഒരു പാർട്ട് 1 വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാർട്ട് 2 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എത്രത്തോളം മീൻ കിട്ടുമെന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ നെറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയതാണ്. പിന്നെ അതുപോലെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. വെള്ളത്തിൽ നിന്നല്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ആ തെങ്ങ് കാണിക്കും. ആ തെങ്ങിൻ്റെ അകത്ത് ഉള്ളിൽ മീനുണ്ട്. ഒരിളക്കം കണ്ടപ്പോൾ ആ തെങ്ങിൻ്റെ ഒരു ഭാഗവും 2 സ്ഥലവും തുളയുള്ള തെങ്ങാണ്. ഒരു ഭാഗം വല വെച്ച് മറച്ചിട്ട് മറ്റേ ഭാഗം പൊന്തിച്ചിട്ട് മീൻ കിട്ടുമോ നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പോണ്. ഞാൻ പിടിക്കും. പിടിച്ചാ കിട്ടില്ലോ. കിട്ടിയല്ലോ. ണ്ടോ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കൊത്തി കൊത്തി കളിക്കുമ്പോൾ അതോടെ കൂറ്റിയെടുക്കണേ പൊന്തിക്കണതാ. ഇതാട്ടോ മറന്നു വരുതേ. കളക്കാൻ ആരും ഉണ്ടാണ്ട് വാ. പോട്ടെ പോട്ടെ, അടിയിൽ കൂടെ പോട്ടെ കുഞ്ഞു. അടിയിൽ പൊക്ക് പുള്ളിക്കാട്. അല്ല അത് കുത്തിണ്ട മോനെ, വിഷം കയറിപ്പോ. അവിടെ കൊച്ചുണ്ട്. എടുക്ക്. ഇതാണ് പുള്ളിക്കാട്. ഇത് കുട്ടി ഉണ്ടെങ്കിൽ ആ ഭാഗം വിഷം കയറി ചത്തു. പിടിച്ചോട്ടെ ചെക്കൻ്റെ തല ഞെക്കി വിട സീരാക്കെ. പിടിച്ചോ. അല്ല ഇവിടെ പിടിക്കാനല്ല. നീ വന്നിട്ട് കാലടിച്ച് സൈഡിൽ കൂടെ ചാടി മൂപ്പർ കൈക്കിട്ട് നോക്കിയല്ലോ. ഇവിടെ നിന്നുണ്ട് ഉറപ്പാ. നമ്മളെന്താക്കണോ റമിത്തെ, ഇങ്ങനെ താത്തരി നമ്മളെ ഭാഗം എപ്പോഴും ഈ ഏരത്ത് പൊന്തിക്കണം. കാരണം നീ അടിച്ചിട്ടേ വീയിലേക്ക് തന്നെ പോകണം. വാരുമ്പോ നോക്കിയേ. അപ്പൊ ഇതിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിനി പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒന്നും മീനെ കിട്ടിയില്ല. അജയ്യേ ഇനി അങ്ങോട്ട് കൊണ്ടേ. അങ്ങോട്ട്
ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത് 1 മണിക്ക്. ഗൈസ് അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെയുള്ള മീനൊക്കെ നമ്മൾ ഏകദേശം പിടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അജയ്ക്ക് ക്ഷീണമാണ്. നമ്മൾ ഇനി പുഴയിൽ പോയിട്ട് പിടിക്കാൻ പോവാണ്. എന്നാ അടുത്ത പിടിക്കട്ടെ അജയ്. അജയ് നെറ്റ് ഇവിടെ താത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും കിട്ടുകയാണെങ്കിൽ എടുത്തോ. ആയിക്കോട്ടെ, നമുക്കിനി റോട്ടിൽ നിന്നാക്കാം വീഡിയോ. ഞാൻ കേൾക്കണം. വലിപ്പമുള്ള സൈസ് സാധനങ്ങൾ ഇനിയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുഴയുടെ നടുക്കായിട്ടാണ്. നടുക്കല്ല, അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ്. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് മുരുകർച്ചൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മുരുകർച്ച ഇവിടെ വെച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അജയ് ഇനി മുരുകർച്ചി എടുക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് പോകുന്നുണ്ട്. അത് അജയനൊന്ന് സൂം ചെയ്യും. കുറച്ച് ആഴമുള്ളൂ എന്നാണ് അജയ് പറയുന്നത്. പക്ഷെ അജയൻ്റെ കഴുത്ത് വരെ മൂടിയിട്ടില്ല. സൈക്കോ ആണ് ഗൈസ്. ഗൈസ്, അപ്പോൾ എന്താ മുരുകർച്ചി പൊട്ടിക്കുന്നത് അജയൻ്റെ അനിയൻ ഷനുവാണ്. സാധാരണ ഷനു എത്ര പേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് പിടിക്കാൻ? ഇത് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ? ഷനു ഇവിടുന്ന് ഇത് ഏട്ടൻ്റെ കൂടെ വന്ന് പെറുക്കുന്നതല്ലേ? അപ്പൊ പെറുക്കുന്ന സമയത്ത് എത്രത്തോളം കിട്ടാറുണ്ട്? അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരിയിൽ എത്ര സമയം ഇവിടെ നിന്ന് എടുക്കുന്നു അത്ര സമയത്ത് ഇത്രയും സാധനം കിട്ടും. അപ്പൊ ഇത് സീസൺ അനുസരിച്ചാണോ? വെള്ളം മഴക്കാലത്ത് എത്തൂല, വെള്ളത്തിന് ഉപ്പ് വരണം. അപ്പോ ഈ പുഴ കണ്ടിട്ട് ഇപ്പൊ ഇതിപ്പോ ഒരു ഉച്ച സമയമാണ്. അപ്പൊ ഈ സമയത്ത് വെള്ളം കയറുകയാണോ ഇറങ്ങുകയാണോ? വെള്ളം ഇറങ്ങുക. അറിയില്ല. അപ്പൊ ശരി, അപ്പുറത്ത് ഇതാ അജയ് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ചെറുതായി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അജയ് വല്ലതും കിട്ടുവോ? ആ, കിട്ടി. അതിപ്പോ എങ്ങനെയാ മുറിക്കേണ്ടത്? എങ്ങനെ? വേറൊരു കഷ്ണം കിട്ടി. 4 കഷ്ണം അതിലുണ്ടെങ്കിലോ? അതിലുണ്ടാവും. ഇതിലുണ്ട്. ഉണ്ടാകുന്നതാ മാറ്റി വെച്ച്. അതിലൊന്നില്ല, ഉള്ളതാണ് ഇങ്ങോട്ടത്തെ. ഇതിലുണ്ടല്ലോ. അതിലുണ്ട്. അതിലുണ്ട്.
ഇതിലൂടെ എവിടെയോ നീ ഒന്ന് പൊട്ടിച്ച് നോക്ക്. കൈ മൂന്ന് വെച്ചോ അങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞ് ഗ്ലൗസ് ഇല്ലാതെ എടുത്തോണ്ട് ചോരയില്ല ചോര പോയി